നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ വിദേശികൾക്ക് പ്രവേശനമില്ലെന്ന അറിയിപ്പിന് ശേഷവും മസ്കറ്റിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരെ തടഞ്ഞുവച്ചെന്ന് പരാതി. കൊച്ചി, തിരുവനന്തപുരം സെക്ടറുകളിൽ നിന്നും ബുധനാഴ്ച രാവിലെ എത്തിയ വിമാനത്തിലെ യാത്രക്കാർക്കാണ് ഒമാനിലേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒമാനിൽ വിദേശികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണിതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ചൊവ്വാഴ്ച മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരുന്നു. എന്നാൽ ബുധനാഴ്ചയാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരികയെന്ന ധാരണയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിശദീകരണം. ബുധനാഴ്ച രാവിലെ 10-നും 11-നും ഇടയിലാണ് രണ്ട് വിമാനങ്ങളും മസ്കറ്റിൽ ഇറങ്ങിയത്. ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നാണ് വിവരം. ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസിൽ യാത്രക്കാരെ മടക്കിയും അയച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോവിഡ് പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, മുംബൈ, ഡൽഹി എന്നീ ഇന്ത്യൻ സെക്ടറുകൾ ഉൾപ്പെടെ ഇത്തിഹാദ് എയർവേസ് വിവിധ രാജ്യങ്ങളിലേക്കുള്ള സർവീസ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. കൊച്ചിയിലേക്ക് പ്രതിദിനം 3 സർവീസുകൾ ഉണ്ടായിരുന്നത് 2ആയാണ് കുറച്ചിരിക്കുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ലെബനൻ, അസർബൈജാൻ, ഈജിപ്ത്, ജോർദാൻ, കെനിയ തുടങ്ങി ഏതാനും രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് താൽക്കാലികമായി റദ്ദാക്കി. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. വിവിധ രാജ്യങ്ങളിൽ കോവിഡിന്റെ വ്യാപനമനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാകാനിടയുണ്ടെന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ എയർലൈനുമായോ ട്രാവൽ ഏജൻസിയുമായോ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയ ശേഷമേ പുറപ്പെടാവൂ എന്നും അറിയിക്കുകയും ചെയ്തു. ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് തുക തിരിച്ചു നൽകുകയും ചെയ്യും. അധിക തുക ഈടാക്കാതെ യാത്രാ തീയതി മാറ്റി നൽകുമെന്നും എയർലൈൻ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.